പ്രാണനായി. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. ഫോണിലെ കോള് കട്ടായതിന് രവിയുടെ മുഖം മിത്ര പറഞ്ഞതൊക്കെ കേട്ട് ദേഷ്യം കൊണ്ട് ചുവന്നു. പാട്ടിയേക്കാൾ ഇതെല്ലാം കേട്ട് വിശ്വസിച്ചിറങ്ങിപ്പോയി അവൾക്കിട്ടൊന്ന് പൊട്ടിക്കാനാണ് രവിക്ക് തോന്നിയത്. അപ്പോഴും അവൾക്കൊരു കുഴപ്പമില്ലെന്ന് തന്നെ രവിയുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരുന്നു. രവി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു കാർ അവൻ്റെ മുന്നിൽ വന്നു നിന്നത്. അതിൻ്റെ ഡ്രൈവർ സീറ്റിൽ നിന്നും ഇറങ്ങുന്ന സായിയെ കണ്ടതും രവിയുടെ മുഖം ഇരുണ്ടു. രവി, ഞാനൊരു പ്രശ്നത്തിന് വന്നതല്ല, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. താഴ്മയായി സായി പറയുന്നത് കേട്ട് രവിയുടെ മുഖം അയഞ്ഞു. എന്താ പറ. അത് പിന്നെ മിത്ര അവളിപ്പോൾ വീട്ടിൽ വന്ന് നിൽക്കാൻ കാരണം പാർട്ടിയാണ്. അതിന് കാരണം ഞാൻ കുറച്ച് വൈകി അറിയുന്നത്. മിത്രക്ക് ഒരു പ്രശ്നവുമില്ല. പാർട്ടിയും ആ ഡോക്ടറും കൂടെ ചതിച്ചതാ അവളെ. നിങ്ങൾ തന്നെ നിങ്ങൾക്കിടയിലെ പ്രശ്നം പരിഹരിക്കുമെന്ന് കരുതിയാ ഞാൻ ഇത്രയും ദിവസം മിണ്ടാകുന്നത്. ഇനിയും മിണ്ടാകുന്നത് ശരിയാവില്ല. അവളുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങളാണ്. പക്ഷേ ആ ഡോക്ടർ പറഞ്ഞറിഞ്ഞ അവളുടെ കുറവുകൾ അവളൊരു കോംപ്ലക്സായി നിൽക്കുന്നത് കൊണ്ടാണ് മിത്ര ഇങ്ങനെയൊക്കെ ചെയ്തത്. വിഷമത്തിൽ സായി രവിയോട് പറഞ്ഞതും അവൻ പറഞ്ഞത് കേട്ട് രവിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ആ ഡോക്ടർ ഇപ്പോൾ എവിടെ ഉണ്ടാകും? മുറുകിയ മുഖത്തോടെ രവി സായിയോട് ചോദിച്ചു. ഹോസ്പിറ്റലിലുണ്ടാകും, ഞാനും വരാം. അത് പറഞ്ഞ് സായി പോയി കാറ് റോഡ് സൈഡിലേക്ക് ഒതുക്കി രവിക്കരികിലേക്ക് വന്ന് ബൈക്കിൽ കയറിയിരുന്നു. കുഞ്ഞേ, മതി കിടന്നത്, വാ വന്ന് വലത് കഴിക്ക്. സെറ്റിയിൽ ചുരുണ്ട് കൂടി കിടക്കുന്നവൾക്ക് അരികിൽ വന്ന് മോഹിനി പറഞ്ഞു. എനിക്ക് വേണ്ട അമ്മേ, മിത്രൻ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല, വന്ന് കഴിക്ക്. കഴിക്കാതെ പട്ടിണി കിടന്ന് കോലം കെട്ടു. വന്ന് വലത് കഴിക്ക് മോളെ. എനിക്ക് വേണ്ട, വിശപ്പില്ല. മോഹിനി നിർബന്ധിച്ചിട്ടും കഴിക്കാൻ പോകാതെ മിത്ര പറഞ്ഞു. പെട്ടെന്നാണ് രവിയും അവൻ്റെ പിറകെയായി സായിയും അങ്ങോട്ട് വന്നത്. അവരെ കണ്ടതും മിത്ര വേഗം എഴുന്നേറ്റ് നിന്നു. എവിടെയാണ് നിന്റെ പാട്ടി? ദേഷ്യത്തിൽ അവൾക്കരികിലേക്ക് വന്നുകൊണ്ട് രവി ചോദിച്ചതും മിത്ര അവരെവിടെയാണെന്ന് അറിയാതെ അവളുടെ അമ്മയെ നോക്കി. അമ്മ ഇത്തിരി മുമ്പ് ഡ്രൈവറുടെ കൂടെ പുറത്തു പോയി. എന്താണ്? രവി പാട്ടിയെ തിരക്കിയതോർത്ത് മോഹിനി സംശയത്തിൽ ചോദിച്ചു. ആ തള്ള മുങ്ങിയത് നന്നായി, എൻ്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഇച്ചായ. രവി ദേഷ്യത്തിൽ പറഞ്ഞു കേട്ട് പാട്ടിയെ അങ്ങനെ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ മിത്ര ശബ്ദം ഉയർത്തി. മിണ്ടരുത് ദേവമിത്ര, നീ ഇതൊന്ന് കാണ്. അത്രമാത്രം പറഞ്ഞ് രവി ഫോണിലൊരു വീഡിയോ ഓണാക്കി മിത്രയുടെ കയ്യിലേക്ക് വെച്ച്. അപ്പോഴേക്കും ഹാളിൽ ബഹളം കേട്ട് ഓരോരുത്തരായി അങ്ങോട്ട് എത്തി തുടങ്ങിയിരുന്നു. തന്നെ ദേവാന്നും കൊച്ചെന്നും വിളിച്ച് നടന്നവൻ ഒരു അപരിചിതനെ പോലെ പേര് മുഴുവൻ വിളിച്ചത് കേട്ട് അവളിൽ ആഴത്തിൽ മുറിവുണ്ടാക്കിയെങ്കിലും നിറഞ്ഞ കണ്ണ് അവനിൽ നിന്ന് മറിച്ച് ഫോണിലേക്ക് ശ്രദ്ധിച്ചു. വീഡിയോയിൽ ഡോക്ടർ തന്നെ അവരെ പേടിച്ച് മിത്രയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നും കാശിന് ഇത്തിരി ആവശ്യം വന്നത് കൊണ്ടാണ് ഇങ്ങനൊരു ചതിക്ക് കൂട്ടുന്നത്, ഇതെല്ലാം തന്നെ കൊണ്ട് ചെയ്തത് പാർട്ടിയാണെന്നുള്ള കുറ്റസമ്മത വീഡിയോ കണ്ട് ശ്വാസം പോലെ എടുക്കാനും മറന്ന് മിത്ര തടഞ്ഞു നിന്നു. തനിക്കൊരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞതും അവൾക്ക് സന്തോഷം തോന്നിയെങ്കിലും പാർട്ടി തന്നെ ചതിച്ചതാലോചിച്ച് അവളുടെ ഉള്ളം വീങ്ങി, കണ്ണുകൾ നിറഞ്ഞൊഴുകി. രവി, എന്താ പ്രശ്നം? കഥയറിയാതെ ആട്ടം കാണുന്നവരെ പോലെ നിന്നവർ അവരോട് ചോദിച്ചു. ഇവളുടെ പാർട്ടി ഉണ്ടല്ലോ, ആ സ്ത്രീയാ എല്ലാ പ്രശ്നത്തിനും കാരണം. ഇവളെ എന്നീ അകറ്റാൻ വേണ്ടി അവർ ഞങ്ങളൊന്നുമില്ലാത്ത ടൈമിൽ വീട്ടിൽ വന്ന് ഇവളെ ഓരോന്ന് പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് ഇവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഒരു ഡോക്ടറെയും കൂട്ടിപ്പിടിച്ച് ഇവൾക്ക് ഒരിക്കലും കുഞ്ഞിനെ വയറ്റിൽ ചുമക്കാൻ ഒക്കത്തില്ലെന്ന് കള്ളം പറയിച്ചു. ഈ പൊട്ടിയതെല്ലാം വിശ്വസിച്ചു. എനിക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഒഴിഞ്ഞു പോയിരിക്കുന്നു. അവസാനം മിത്രയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് രവി പറഞ്ഞതും തെറ്റ് ചെയ്തവരെ പോലെ മിത്ര ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. ഇച്ഛായ, വിളിക്കരുത് ദേവാ, നീ എന്നെ അങ്ങനെ. മതിയായി എനിക്ക്. നാളെ തന്നെ നല്ലൊരു അഡ്വക്കറ്റിനെ പോയി കാണണം. ഇരുവർക്കും സമ്മതമായതുകൊണ്ട് ഡിവോഴ്സ് പെട്ടെന്ന് കിട്ടും. എനിക്കിനി വേണ്ട. എന്നെ മനസ്സിലാക്കി ജീവിക്കാൻ പറ്റുന്ന ഒരുത്തിയെ മതി എനിക്ക്. നിറകണ്ണോടെ തന്നെ നോക്കി നിൽക്കുന്ന മിത്രയുടെ കയ്യിൽ നിന്നും ആ ഫോൺ വാങ്ങി അവളെ തറപ്പിച്ച് നോക്കി അത്രയും പറഞ്ഞ് ഡെബി അവിടുന്ന് പടിയിറങ്ങി പോയതും അവൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞ സങ്കടത്തിൽ മിത്ര പൊട്ടിക്കരഞ്ഞ് റൂമിലേക്ക് കയറി വാതിൽ ശക്തിയിൽ വലിച്ചടച്ചു. നീ തന്നെ ഉള്ളോ ഡെബി? കൊച്ചു വന്നില്ലേ? ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വന്നു കയറിയ ഡെവിയെ കണ്ട് അപ്പച്ചൻ ചോദിച്ചു. ഇല്ല. അതെന്നാ? നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്ത് അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരാവോന്ന്. മിത്രയെ കൊണ്ടുവരാത്ത അമർഷത്തിൽ ഐസക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടല്ലോ അവൾ ഇവിടുന്ന് പോയത്, അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ വന്നാൽ മതി, കൂട്ടിക്കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. എന്നതാ ഡെവി ഇത്? പിന്നെ ഞാൻ എന്നാ വേണംപ്പ? സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? എടാ, കൊച്ചറിഞ്ഞോണ്ടല്ലോ, അതിനെ ചതിച്ചതല്ലേ. പാവ, നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ
നിന്റെ ജീവിതം നന്നായി കാണാൻ വേണ്ടിയല്ലേ കൊച്ച് അങ്ങനെ ചെയ്തത്. പിന്നെ കൊച്ചിനെ തന്നെ കുറ്റം പറയാനും പറ്റില്ല. അവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു തുടങ്ങിയത് നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾ ആരെങ്കിലും ആ കൊച്ചിനോട് കാരണം തിരക്കിയിരുന്നു. ശരിക്കും ഉള്ളു തുറന്നൊന്ന് സംസാരിച്ചാൽ തീരാവുന്നൊരു പ്രശ്നം മാത്രമായിരുന്നത്. അല്ലെങ്കിൽ അപ്പനെപ്പോഴും അവളാണല്ലോ വലുത്. അങ്ങനെയുള്ള അപ്പനോട് ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ, അപ്പം പഠിച്ചോളും. അത്രമാത്രം പറഞ്ഞ് രവി ഉള്ളിലേക്ക് പോയതും തൻ്റെ മക്കളുടെ ഭാവി ഇനി എന്താകുന്ന ആശങ്കയിൽ അപ്പച്ചൻ അവിടെ ഇരുന്നു. കുളിച്ച് ഡ്രസ്സ് മാറ്റി റൂമിലേക്ക് വരുമ്പോഴാണ് ഡെവിയുടെ ഫോൺ റിങ് ചെയ്തത്. ദീക്ഷിത്താണെന്ന് കണ്ടതും ഡെവി ഒരു സംശയത്തിൽ കോൾ എടുത്തു. ഹലോ ഡെവി. അത് പിന്നെ കുഞ്ഞി അവളൊരു അബദ്ധം കാണിച്ചു. എന്നാ പറ്റി ദേവക്ക്? കുഞ്ഞ് സൂയിസൈഡിന് ശ്രമിച്ചു. കയ്യിലെ വെയിൻ കട്ട് ചെയ്തു. കാണാൻ ഇത്തിരി വൈകിപ്പോയി. ഇപ്പം സീരിയസ് എന്നാണ് ഡോക്ടർ പറയുന്നത്. ഇടറിക്കൊണ്ട് ദീക്ഷിത് പറഞ്ഞത് കേട്ട് മിത്ര ആത്മഹത്യക്ക് ശ്രമിച്ചത് വിശ്വസിക്കാനാവാതെ ചലനമറ്റതുപോലെ ഡെബി നിന്നു. ഫോൺ വെച്ച ഉടനെ തന്നെ വെപ്രാളത്തിൽ ഡ്രസ്സും മാറ്റി ഫോണും പേഴ്സും എടുത്ത് ഡെബി അവിടുന്ന് ഇറങ്ങി. മിത്രയുടെ സ്ഥിതിഗതികൾ ശരിക്കും അറിയാതെ അപ്പനോടൊന്നും പറഞ്ഞ് ടെൻഷനാക്കണ്ടെന്ന് കരുതി തൻ്റെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞ് ഡെബി വേഗം അവിടുന്ന് ഇറങ്ങി. ഡെബി ICUവിന് മുമ്പിലെത്തുമ്പോൾ കാണുന്നത് ടെൻഷനോട് അവിടെ നിൽക്കുന്ന അവളുടെ വീട്ടുകാരിയാണ്. ഡെബിയെ കണ്ടതും അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് നെരിയതിൻ്റെ തലപ്പ് കൊണ്ട് വാപ്പത്തി പിടിച്ചു. ദേവ, അവൾക്കിപ്പോൾ എങ്ങനെയുണ്ട്? ദീക്ഷിതിനും ദേവനും അരികിലേക്ക് ഓടിപ്പിടിച്ച് വന്ന് ഡെവി ചോദിച്ചു. ഒന്നും പറയാനായിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. വെയിൻ കടിച്ചതോടൊപ്പം അവൾ ഏതൊരു പോയിസൺ കൂടെ കഴിച്ചിട്ടുണ്ട്. നിർവികാരതയോടെ അവർ പറഞ്ഞത് കേട്ട് ഡേവിഡ് തലയിൽ താങ്ങി അവിടെയുള്ള ചെയറിലേക്കിരുന്നു. എല്ലാവർക്കും നിമിഷങ്ങൾ യുഗങ്ങൾ പോലെ കഴിഞ്ഞു പോകുന്നത് പോലെ തോന്നി. മിത്രയുടെ ബോഡി ഇതുവരെ മരുന്നിനോട് പ്രതികരിക്കുന്നില്ലെന്ന് ഡോക്ടർ പറഞ്ഞതും എല്ലാവരുടെയും ആദിയേറി. എന്നാച്ചു മോനെ നമ്മുടെ മോൾക്ക്? വിവരമറിഞ്ഞ് മൂക്ക് വലിച്ച് കരഞ്ഞുകൊണ്ട് പാട്ടി മിത്രയെക്കുറിച്ച് ഓർത്ത് വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന അയ്യർക്ക് അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അവരെ കണ്ടതും മിത്ര ഇങ്ങനെ കിടക്കാൻ കാരണക്കാരി അവരായതുകൊണ്ട് തന്നെ എല്ലാവരിലും ഇഷ്ടക്കേട് നിറഞ്ഞു. എന്തിനാ നിങ്ങളിപ്പോൾ വന്നത്? എൻ്റെ മോൾ ചത്തോന്ന് അറിയാനാണോ? അവരെ കണ്ടതും ദേഷ്യം സഹിക്കവയ്യാതെ മോഹിനി ചോദിച്ചു. ആദ്യമായി അവർ തന്നോട് എതിർത്ത് സംസാരിച്ചത് ആലോചിച്ച് പാട്ടിയുടെ മുഖത്ത് ഇഷ്ടക്കേട് നിറഞ്ഞു. എടാ, നീ കണ്ടില്ലേ ഇവൾ എന്നോട് ശബ്ദമുയർത്തുന്നത്? അയ്യർക്ക് നേരെ തിരിഞ്ഞ് മോഹിനിയെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പാട്ടി പറഞ്ഞു. മോഹിനി പറഞ്ഞതിൽ എന്താ തെറ്റ്? എൻ്റെ മോളിൽ നിങ്ങനെ കിടക്കാൻ കാരണം തന്നെ നിങ്ങളാ. സ്നേഹം നടിച്ച് അവളെ പറ്റിച്ച് അതിൻ്റെ ജീവിതം ഇല്ലാതാക്കുകയായിരുന്നില്ലേ നിങ്ങളുടെ ആഗ്രഹം? അയ്യര് ദേഷ്യത്തോടെ പറഞ്ഞതും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞതറിഞ്ഞ് പാട്ടിയൊന്നും വിളറിപ്പോയി. ഡെവിക്ക് അവരോട് രണ്ട് വർത്താനം പറയണമെന്നുണ്ടെങ്കിലും ചുറ്റുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ഡെവി അവരെ രൂക്ഷമായി നോക്കി മിണ്ടാതിരുന്നു. പോകുന്നുണ്ടോ നിങ്ങൾ? സ്വന്തം അമ്മയാവണ്ടാ ഇതുവരെ ക്ഷമിച്ചത്, ഇനി അതുണ്ടാകില്ല. അയ്യര് ദേഷ്യത്തിൽ പറഞ്ഞതും പാട്ടി എല്ലാവരും ഒന്ന് ദേഷ്യത്തിൽ നോക്കി തിരിഞ്ഞു നടന്നു. ഈ വാസുകി മനസ്സിൽ വിചാരിച്ചതൊക്കെ നടത്തിയിരിക്കും. ആ നസ്രാണികളുടെ കൂടെ അവളെ ജീവിക്കാൻ വിടത്തില്ല. പകയോടെ മുരണ്ടുകൊണ്ട് അവർ സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയതും കാല് വഴുതിയവർ സ്റ്റെപ്പിലേക്ക് ഇടിച്ച് വീണ് ഉരുണ്ടടിച്ച് താഴേക്ക് പോയി. പാട്ട് ചെയ്തതിനൊക്കെയുള്ള ഫലം അവർക്ക് വീഴ്ചയിലൂടെ തന്നെ കിട്ടിയെന്ന് വേണം പറയാൻ. വീഴ്ചയിൽ നട്ടലിന് സാരമായി പരിക്ക് പറ്റിയത് കൊണ്ട് തന്നെ അവർക്ക് എണീറ്റ് നടക്കാനാവാതെ തന്നെ ഒരാളെ ആശ്രയിച്ച് കിടക്കേണ്ട അവസ്ഥയായി. പ്രായമായതുകൊണ്ട് തന്നെ ഇനി സർജറി നടത്തിയിട്ടും കാര്യമില്ല എന്ന് ഡോക്ടർമാർ തന്നെ വിധി എഴുതിയിരുന്നു. 2 ദിവസം കഴിഞ്ഞാലും മിത്രയുടെ ബോഡി മരുന്നുകളോട് പ്രതികരിച്ചു തുടങ്ങിയെന്ന വിവരം എല്ലാവരിലും പുതുജീവൻ നിറച്ചു. ദേവർമഠത്തിൻ്റെ തന്നെ ഹോസ്പിറ്റലായതുകൊണ്ട് മിത്രയുടെ സൂയിസൈഡ് അറ്റംപ്റ്റ് പോലീസിൽ അറിയിച്ചില്ല. തൻ്റെ ഒരു ഫ്രണ്ട് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിലാണ്, കൂട്ടിന് ആരുമില്ലാത്തത് കൊണ്ട് നിൽക്കുന്നു എന്ന് വീട്ടിൽ പറഞ്ഞായിരുന്നു ഡെവി ഹോസ്പിറ്റലിൽ നിന്നിരുന്നത്. കാരണം ഈ കാര്യം അറിഞ്ഞാൽ അവരൊക്കെ ഒത്തിരി വേദനിക്കുമെന്ന് അവന് നല്ലപോലെ അറിയാമായിരുന്നു. മിത്രയെ റൂമിലേക്ക് മാറ്റിയെങ്കിലും ഡെവി അവളെ കാണാൻ കയറാതെ പുറത്ത് തന്നെ ഇരുന്നു. സൂയിസൈഡ് ചെയ്യാൻ നോക്കിയതിന് എല്ലാവരും തന്നെ കുറ്റപ്പെടുന്നുണ്ടെങ്കിലും അതൊന്നും മിത്ര കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഡെവി പുറത്തുണ്ടായിട്ടും അവനൊരു നോക്ക് കാണാൻ പറ്റാത്ത വിഷമത്തിലായിരുന്നവൾ. അവൻ തന്നെ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്ന് മനസ്സിലായി. അതിന് താൻ തന്നെയാണ് അവസരം ഒരുക്കിയതെന്ന് ഓർത്തതും അവളുടെ ചുണ്ടിൽ വേദന കലർന്നൊരു ചിരി വിരിഞ്ഞു. ആരും പറയുന്നൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കാതെ അവൾ നിറഞ്ഞ കണ്ണുകൾ ഇറുകയടിച്ചു. മിത്രയെ റൂമിലേക്ക് മാറ്റി 2 ദിവസം കഴിഞ്ഞു. മിത്ര ഉറങ്ങുമ്പോൾ കയറി അവളെ കാണുമെന്നല്ലാതെ ഡെവി അവൾ ഉണർന്നിരിക്കുമ്പോൾ അവൾക്ക് മുന്നിലേക്ക് പോയിരുന്നില്ല. ഡെവി ഒരു നോക്ക് കാണാൻ കൊതിച്ച് അവൾ ഉരുകിയെങ്കിലും ഈ അവഗണനയ്ക്ക് താൻ അർഹയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ്റെ മുന്നിൽ പോകാതെ അവളും കഴിച്ചു കൂട്ടി. ആരോടും മിണ്ടാതെ അവളിൽ തന്നെ ഒതുങ്ങിക്കൂടി. എന്നാൽ ഇതെല്ലാം അവരുടെ വീട്ടുകാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
ഇരുവരും പരസ്പരം അകന്നു പോകുമെന്ന ഭയം അവരിൽ മുളച്ചു. പാട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് ദേവമഠത്തിലേക്കായിരുന്നു കൊണ്ടുപോയത്. എത്രയൊക്കെയായാലും തൻ്റെ അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ തള്ളിക്കളയാൻ അയ്യർക്ക് തോന്നിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പാട്ടിയെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയതും അവരെ നോക്കാനായുള്ളൊരു ഹോം നേഴ്സിനെ ഏർപ്പാടാക്കിയതും. പാട്ടിയുടെ അവസ്ഥ അറിഞ്ഞിട്ടും മിത്രയ്ക്ക് സന്തോഷവും സങ്കടവും ഒന്നും തോന്നിയില്ല.